ഐഫോൺ റിലീസായി കഴിഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ ഐഫോൺ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിനെ വാനോളം ഉയർത്തി നെഞ്ചോട് ചേർത്ത് വെച്ചു. പക്ഷേ ഈ പറയുന്ന പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം ആപ്പിൾ എന്ന കമ്പനി ഇത്രമാത്രം ഉയരത്തിലെത്തില്ല എന്ന് ടിം കുക്കിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഡിവൈസിലും യൂസ് ചെയ്യുന്ന എല്ലാ സർവീസും ഒരു യൂസറിന് അവന് പ്രിയപ്പെട്ടതാക്കാൻ വേണ്ടി ടിം കുക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു എക്സ്പ്ലോഷനായിരുന്നു എക്കോസിസ്റ്റവും അതോടൊപ്പം തന്നെ ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത്. ഐക്ലൗഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ വെറും ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് മാത്രമല്ല, ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV, ഫിറ്റ്നസ് ആൻഡ് മോർ ഓവർ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ആപ്പിളിലെ ക്ലൗഡ് സർവീസും ടിം കുക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യുന്നത് ആപ്പിൾ വാച്ചിലാണ്. യെസ്, ലോകത്തെ ഏറ്റവും മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബാൻഡായിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് ട്രാക്കിംഗ് ഡിവൈസ് ആയിട്ടും ആപ്പിൾ വാച്ച് മാറി. ആപ്പിൾ വാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറേയധികം വിമർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആപ്പിൾ വാച്ചിൽ ഇത്രയും വലിയ ടച്ച് സ്ക്രീൻ കൊണ്ടുവരുമ്പോൾ യൂസ് ചെയ്യുമോ എന്നുള്ള പേടി വരെയും പല കോമ്പറ്റീറ്റേഴ്സിനും ഉണ്ടായിരുന്നു. പക്ഷേ ലോകം അതിനെ ഉറ്റുനോക്കിയത് എങ്ങനെയായിരിക്കും അതിൻ്റെ യൂസ് കേസ് എന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും അവരുടെ ലൈഫിൽ ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിലേക്ക് ആപ്പിൾ വാച്ചിൻ്റെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. ECG, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ എന്നിങ്ങനെ ഒരു മനുഷ്യന് അവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ലൈഫിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വാച്ചിലേക്ക്, ഒരു റിസ്റ്റിലേക്ക് ആപ്പിൾ ചുരുക്കി. ഹെൽത്ത് ഓൺ യുവർ റിസ്റ്റ് എന്നുള്ളൊരു കൊട്ടേഷനും കൂടെ കൊടുത്തതിനപ്പോഴത്തേക്കും ആപ്പിൾ വാച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് മാറ്റിയ എയർപോഡ്സും ടിം കുക്കാണ് റിലീസ് ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ആ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്തപ്പോൾ കുറേയധികം ആൾക്കാർ വയർലെസ് ആയുള്ള ഹെഡ്ഫോൺസ് എങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് കുറേയധികം പ്രശ്നങ്ങളുണ്ടാക്കും, അതോടൊപ്പം തന്നെ എയർപോഡ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഏറ്റവും വേസ്റ്റ് ആവുകയും ആൻഡ് ഏറ്റവും ഡ്രോപ്പിലേക്ക് പോകും എന്ന് കരുതിയ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ ദോ മീഡിയ പോലും ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഒരു ഡം പ്രൊഡക്റ്റാണ് എന്ന് വരെ മുദ്രകുത്തി. പക്ഷേ ഇപ്പോൾ ഈ 2026 ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വയർലെസ് ഹെഡ്ഫോൺസിലേക്ക് ആപ്പിളിലെ എയർപോഡ്സ് നമുക്ക് കാണാൻ പറ്റും. എയർപോഡ്സും എയർപോഡ് മാക്സും എയർപോഡ്സ് പ്രോയും ഇപ്പോൾ ലോകത്തിലെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ലിമിറ്റായിട്ടും നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ഇതെല്ലാം ടിം കുക്കിൻ്റെ ഒരു എക്സ്പ്ലോസീവ് മൈൻഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒരു ഹാർഡ്വെയർ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ്വെയർസും ആ ഒരു സോഫ്റ്റ്വെയറിൽ മൾട്ടിപ്ലയർ സർവീസും കൂടെ ഒരു കസ്റ്റമറിന് കൊടുത്താലാണ് അവന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഒരു ടൂളായിട്ട് അവൻ്റെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ടിം കുക്ക് നേരത്തെ കണ്ടായിരുന്നു.